നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം എല്ലാവരും ഇന്ത്യ ഒട്ടാകെ ഞെട്ടിയത് തമിഴ്നാട്ടിലെ ആ ഒരു റിസൾട്ട് തന്നെയായിരുന്നു. നമ്മൾ തന്നെ കുറേ എപ്പിസോഡ്സ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് വിജയ് എന്ന് പറയുന്ന ദളപതി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. ആ ഒരു സൂപ്പർ സ്റ്റാർ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് ഇലക്ഷന് നിൽക്കുന്നു എന്നത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ എല്ലാവരും വിജയ് ശക്തി തെളിയിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം വിജയ്ക്ക് ലഭിക്കും. ഒരു എന്താ പറയുക, ചീഫ് മിനിസ്റ്റർ വരെ ആവാനുള്ള ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂരിപക്ഷം പേരും അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് വിജയുടെ ഈ ഒരു തേരോട്ടം വെറും 2 വർഷം കൊണ്ട് വിജയ് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് 2 വർഷം മുമ്പ് രൂപീകരിച്ച ഒരു പാർട്ടി ഏകദേശം 2024 ഫെബ്രുവരിയിലാണ് ഒഫീഷ്യലി ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വിജയുടെ പാർട്ടിയെക്കുറിച്ച് TVK എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് വെറും 2 വർഷം മാത്രമേ വിജയ്ക്ക് ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയുള്ളൂ. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ആയിട്ട് ഇതിന്റെ പ്രചാരണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയെന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതിന് നമ്മൾ ആദ്യം വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വളർച്ച തന്നെ നമുക്കൊന്ന് നോക്കണം. കാരണം അദ്ദേഹം ബാലതാരമായിട്ട് സിനിമയിൽ വന്നു. വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖർ എന്ന് പറയുന്നത് തമിഴിലെ എത്രയോ വർഷമായിട്ട് തമിഴിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനാണ്. ഒരു വലിയൊരു ലെജൻഡാണ്. വെറും ഒരു സംവിധായകൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അദ്ദേഹം പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയകാന്തിന്റെ സിനിമ, രജനീകാന്തിനെ വെച്ചൊക്കെ സിനിമ നായകനാക്കി സിനിമകൾ ചെയ്തിട്ടുണ്ട്. വിജയകാന്തിനെ വെച്ചാണ് ഏറ്റവും കൂടുതൽ അധികം ഹിറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ പ്രിയദർശൻ, മോഹൻലാൽ അല്ലെങ്കിൽ ജോഷി, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു SA ചന്ദ്രശേഖർ വിജയകാന്ത് കൂട്ടുകെട്ടുള്ള സിനിമ. അതിലെ സിനിമകളിൽ ബാലതാരമായിട്ട് ചെറിയ 8 വയസ്സോ 9 വയസ്സൊക്കെ ഉള്ള സമയത്ത് അഭിനയിച്ച് തുടങ്ങിയ വ്യക്തിയാണ് വിജയ്. അത് കഴിഞ്ഞിട്ട് 92 എന്ന് പറയുന്ന ഒരു വർഷം നാളെയെ തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ അച്ഛൻ തന്നെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വെറും 19 വയസ്സ് പ്രായം മാത്രമേ വിജയിക്കുള്ളൂ. ആ ഒരു സിനിമ വൻപൻ പരാജയമായിട്ട് അന്ന് മാറി. കാരണം ആ ഒരു സിനിമയെക്കുറിച്ച് അന്നത്തെ മാഗസീൻസിലൊക്കെ വളരെയധികം മോശമായിട്ട് വിജയനെ കുറിച്ച്, കാരണം ഈ ഒരു മുഖം വെച്ച് എന്ത് ചെയ്യാനാണ്, അഭിനയിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു ബോഡി ഷേമിംഗ് ഉൾപ്പെടെ പല മാധ്യമങ്ങളും അന്ന് വിജയനെ കുറിച്ച് അന്ന് അങ്ങനെ പരാമർശിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വിജയുടെ വളർച്ചയാണ്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് വിജയുടെ അച്ഛൻ തന്നെയാണ്, SA ചന്ദ്രശേഖർ. കാരണം 92 ആ ഒരു സിനിമ പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം തൻ്റെ സുഹൃത്തും കൂടിയായ അല്ലെങ്കിൽ ഒരു മെൻറ്ററൊക്കെ ആയ വിജയകാന്തിന്റെ ഒരു സഹായം അഭ്യർത്ഥിച്ചു. വിജയകാന്തിന്റെ ഒരു സിനിമയിലാണ്, ശരിക്കും അതൊരു വിജയുടെ സിനിമയാണ്, അതിൽ വിജയകാന്തും കൂടിയും വരുന്നു. വിജയകാന്ത് അതിലൊരു ചേട്ടന്റെ വേഷം ചെയ്തു. ഒരിക്കലും വിജയകാന്ത് അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരു നടന് വേണ്ടി, മറ്റൊരു സംവിധായകന് വേണ്ടിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. കാരണം വിജയകാന്ത് അന്ന് ടോപ്പ് ഹീറോയാണ് 90s. അന്ന് വിജയകാന്ത് വരുന്നു. ആ ഒരു സിനിമ വിജയിച്ച് അതിൻ്റെ ഒരു വിജയം വിജയ്ക്കും കൂടി വിജയകാന്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ് പിന്നീട് പിന്നെയും സിനിമകൾ ചെയ്യുന്നു. പല സിനിമകളും പരാജയപ്പെടുന്നു. ഏകദേശം ഒരു 95, 96 ഒക്കെ എത്തിയപ്പോഴാണ് കുറച്ചൊരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒക്കെ കിട്ടിത്തുടങ്ങിയത്. അതുവരെ വിജയുടെ അച്ഛൻ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഓരോ വീട് വിറ്റിട്ടാണ് വിജയ്ക്ക് വേണ്ടിയുള്ള സിനിമകൾ ചെയ്തിരുന്നത്. മകനെ അങ്ങനെ സ്റ്റാർ ആക്കാൻ വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് അച്ഛൻ കൊണ്ടുവന്ന് അച്ഛൻ തന്നെ സിനിമകൾ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് സംഭവിച്ചത്. വിജയ് ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തി. അതായത് ഒരുപാട് സിനിമകൾ, അനീതി പ്രാവിന്റെ റീമേക്ക് ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ റീമേക്ക് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് 2003 എന്ന് പറഞ്ഞൊരു കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ 2002 കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു തലമുറ വരാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന ജയം രവി, ധനുഷ്, ചിമ്പു, അങ്ങനെ ഒരുപാട് പേര്, ആര്യ, ശ്യാം, പിന്നെ മാധവൻ അപ്പുറത്തുനിന്ന് വന്നു 2-3 ഹിറ്റുകളൊക്കെ കൊടുത്തു നിൽക്കുന്നു. ഒരുപാട് പുതുമുഖങ്ങൾ വന്നപ്പോൾ വിജയുടെ അച്ഛൻ തന്നെയാണ് വിജയുടെ അടുത്ത് പറഞ്ഞത്, ഇനി ട്രാക്ക് മാറ്റണം. അതുവരെ 10 വർഷം ചെയ്തിരുന്ന ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ട്രാക്ക് മാറ്റി അടുത്തൊരു സ്റ്റേജിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ തിരുമല എന്ന് പറയുന്ന ഒരു ആക്ഷൻ. അതുവരെ ഒരു മീശയൊക്കെ മാത്രം വെച്ച് നടന്നിരുന്ന ഒരു വിജയ് കുറച്ചൊരു കുറ്റിത്താടിയൊക്കെ വെച്ച് വരാൻ തുടങ്ങിയത് തിരുമല എന്നുള്ള സിനിമയാണ്. അത് പിന്നെ വലിയ ഗില്ലി സംഭവിക്കുന്നു, ശിവകാശി, തിരുപ്പാച്ചി, അങ്ങനെ പോകുന്നു. ഇത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചു തുടങ്ങി. 2010, 12 ഒക്കെ എത്തിയപ്പോഴാണ് വിജയുടെ അച്ഛൻ തന്നെയാണ് AR മുരുകദാസ് എന്നുള്ള സംവിധായകനെ വിളിച്ചിട്ട് തുപ്പാക്കി എന്ന് പറയുന്ന ഒരു സിനിമ ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ മറ്റൊരു വിജയനെയാണ് കണ്ടത്. അപ്പൊ എന്നും അച്ഛൻ വിജയനെ ആ ഒരു രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു ഗൈഡിനെ പോലെ കൂടെ നിന്നിരുന്നു. പിന്നീട് നമ്മൾ പല ഗോസിപ്സ് കേട്ടു, അച്ഛനുമായിട്ട് അത്ര രസത്തില്ല. ഏകദേശം സർക്കാർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അച്ഛനുമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നീട് വിജയുടെ സെലക്ഷൻ പ്രോസസ്സൊക്കെ വിജയ് തന്നെയാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത്, 92 എന്ന് പറയുന്ന ഒരു വർഷം വിജയ് സിനിമയിൽ വന്ന ശേഷം പരാജയപ്പെട്ടിട്ടും
തൊണ്ണൂറ്റി 5 എന്ന് പറയുന്ന ഒരു വർഷം വിജയുടെ സമകാലികനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പ്രശാന്ത്. അതുപോലെ തന്നെ അന്ന് അരവിന്ദ് സ്വാമിയുണ്ട്, പ്രഭുദേവ, ഒരുപാട് പേരുണ്ട് അന്ന്. അവർക്കൊക്കെ താഴെയായിരുന്നു വിജയ്. പിന്നീട് അജിത്ത് മാത്രമാണ് ഒരു വിജയുടെ ഒപ്പം ആ ഒരു ഒരു 2000-ത്തിനൊക്കെ ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ പിന്നീട് 2000-ത്തിന് ശേഷം പിടിച്ചു നിന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അജിത്ത് മാത്രമേ ഉള്ളൂ. സൂര്യയൊക്കെ കുറച്ചും കൂടി പ്രായത്തിൽ സിമിലർ ആണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് സൂര്യക്ക് സിനിമയിൽ വന്നത്. വിജയ് സിനിമയിൽ വന്ന ഒരു 5 വർഷത്തിന് ശേഷമൊക്കെയാണ് സൂര്യ വിജയുടെ തന്നെ സിനിമയിലാണ് ഒരു അജിത്തിന്റെ പകരക്കാരനായിട്ട് നേർക്കുനേർ എന്നുള്ള സിനിമയിൽ നമ്മൾ തന്നെ ഒരു എപ്പിസോഡ് അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് തിരുമലൈ എന്ന് പറഞ്ഞ സിനിമ, ഗില്ലി എന്ന് പറഞ്ഞ സിനിമ, പിന്നീട് വിജയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. നമ്മുടെ കേരളത്തിലായാലും പ്രത്യേകിച്ച് ഒരു ബുദ്ധിജീവി സർക്കിളൊക്കെ ട്രോളാറുണ്ട്. വിജയ് രക്ഷകനായിട്ട് വരുന്നു, 10 പേര് ഇടിച്ചിരുന്നു, ഒരേ ടൈപ്പ് കഥ, ഒരേ ലുക്ക്, ഒരേ അഭിനയം, അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു അത് തന്നെയാണ് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ, ഒരു താരത്തിന്റെ ഇന്നത്തെ ഒരു ലെവലിലെത്താനുള്ള കാരണം അദ്ദേഹം ഒരിക്കലും ട്രാക്ക് മാറിപ്പോയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒപ്പം വന്നിരുന്ന സൂര്യയും വിക്രമും, നമ്മൾ വിക്രമിനെടുക്കാം, 2005 എന്ന സിനിമ, അന്യൻ എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടി, അതിനു മുമ്പ് സാമി, ധൂള്, പിന്നീട് അന്യൻ, ഇങ്ങനെ ഒരു മാസിന്റെ പീക്ക് ചെയ്ത വിക്രം ടോപ്പ് ലീഗിൽ എത്തി നിൽക്കുന്ന സമയത്ത് വിജയ് അന്ന് തൊട്ട് താഴെയാണ് വിക്രമിനെക്കാട്ടും. കാരണം അന്യൻ പോലത്തെ ഒരു ഹിറ്റ് ഒന്നും അന്ന് വിജയ് കൊടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞ് പിന്നീട് സൂര്യ ആ ലെവലിലോട്ട് വന്നു. സൂര്യൻ കുറച്ച് ബാക്ക് ടു ബാക്ക്, ഗജനിക്കൊക്കെ ശേഷം പിന്നീട് വെയിൽ എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞ് വാരണം 1000, അയൻ എന്ന് പറയുന്ന സിനിമ വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് സിംഗം എന്ന് പറയുന്ന 2010 ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് വിജയ് അത് പരാജയപ്പെട്ട് നിൽക്കുന്നത്, ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്നുണ്ട്. സുറ പോലത്തെ സിനിമകളൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് വിക്രമിനും കുറച്ച് ക്ഷീണമാണ്, പക്ഷെ അന്ന് സൂര്യയാണ് നമ്പർ 1. പിന്നീട് ഈ സൂര്യയും വിക്രമും വിജയുടെ അടിയിലോട്ട് പോയി എന്നുള്ളതാണ്. തുപ്പാക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ആ ഒരു മുൻനിരയിലേക്ക് വന്ന വിജയ് പിന്നീട് ഒരിക്കലും സൂര്യക്കോ വിക്രമിനോ വിജയുടെ അപ്പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. വിജയ് എന്തുകൊണ്ട് നമ്പർ 1 ആയി നിൽക്കുന്ന പറഞ്ഞാൽ വിജയ് വിജയുടെ സിനിമകൾ തന്നെയാണ്. കാരണം സൂര്യ വിക്രമും ഒരു പക്ഷെ വ്യത്യസ്തത തേടി അവാർഡുകളുടെ പുറകെ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു വാക്ക്, കമൽഹാസൻ സിൻഡ്രോം ബാധിച്ച നടന്മാർ എന്ന് പറഞ്ഞു. വളരെ കറക്റ്റാണ്. കാരണം കമൽഹാസൻ ഒരുപാട് വ്യത്യസ്ത സിനിമകൾ ചെയ്തിട്ട് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട്. കമൽഹാസന് പോലും ഒരു വിക്രം എന്ന് പറയുന്ന ഒരു സിനിമ മാറ്റി നിർത്തിയാൽ, ഈ 2021-22 ഇറങ്ങിയ വിക്രം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞൊരു 10-15 വർഷം വലിയ വിജയങ്ങളില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വിശ്വരൂപമൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വിജയ് ഉണ്ടാക്കിയെടുത്ത ഒരു ഹിറ്റ് കമൽഹാസൻ ഇല്ല. കമൽഹാസൻ കുറെ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന പുരസ്കാരങ്ങൾ വ്യത്യസ്ത സിനിമകൾ തേടിപ്പോയപ്പോൾ സാധാരണ പ്രേക്ഷകർ കമൽഹാസൻ നിന്ന് നടന്നു. ഇത് തന്നെയാണ് സൂര്യക്കും വിക്രമിനും ഒക്കെ സംഭവിച്ചത്. ഞാൻ ഈ പറയുന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ ഒരു അടിയുറച്ച വിശ്വാസം വിജയ് എന്ന് പറയുന്നത്, അദ്ദേഹം ഇളയ ദളപതിയായി വന്ന് പിന്നീട് ദളപതിയായി. പ്രേക്ഷകർ വിജയുടെ സിനിമ കാണാൻ വർഷത്തിൽ 1 സിനിമ 2 സിനിമ വിജയുടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദളപതി തരുന്നത് ഇതാണെന്നുള്ളൊരു വിശ്വാസം അത് സിനിമയിലൂടെ വിജയ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും മാറിയില്ല. ഇടയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുലി പോലത്തെ സിനിമ അല്ലെങ്കിൽ ഭൈരവ പോലത്തെ സിനിമകളൊക്കെ ചെറിയ ഡൗൺ ആയിട്ടെങ്കിൽ പോലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, തിയേറ്റർ ഓണേഴ്സിന് വിജയുടെ പടങ്ങൾ നഷ്ടമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും വിജയ് വ്യത്യസ്തത തേടി പോയിരുന്നെങ്കിൽ വിജയ്ക്ക് ആ സ്റ്റാർഡം നിലനിർത്താൻ പറ്റില്ല. നമ്മളെ MGRന് ശേഷം ഇന്ന് വിജയ് മാത്രമാണ് ഇതുപോലൊരു വോട്ട് ഷെയർ 36%, 34% വോട്ട് ഷെയർ നേടി. ഒറ്റയ്ക്ക് പോരാടി TVക്ക് 234 സീറ്റിലും നിന്നിട്ട് 108, 107 സീറ്റ് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കാരണം MGRന് ശേഷം കമലഹാസൻ ഇതുപോലെ വന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അവസാനം അദ്ദേഹം DMKയിൽ ലയിച്ച് DMKയുടെ ഔദാര്യത്തിൽ എന്ന് തന്നെ പറയാം രാജ്യസഭ MP ആവേണ്ടി വന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. രജനീകാന്ത് എന്നും നമ്പർ 1 തന്നെയാണ്. ഇന്ന് വിജയാണോ രജനീകാന്ത് ആണോ നമ്പർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോഴും പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും രജനീകാന്ത് പോലും ഒരു 2016 ആ കാലഘട്ടത്തിനൊക്കെ ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് രജനീകാന്തിന് മനസ്സിലായി ഇത് നടക്കില്ല. അദ്ദേഹം പിന്മാറി. അദ്ദേഹത്തിന്റെ പല കാരണങ്ങൾ, അദ്ദേഹം സ്പിരിച്വലായിട്ട് കാരണങ്ങൾ പറഞ്ഞെങ്കിൽ പോലും പല സർക്കിളുകൾ, സിനിമാ സർക്കിളുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം വിചാരിച്ച ഒരു വരില്ല എന്നുള്ളത്. പക്ഷെ വിജയ് ചെയ്തത് കറക്റ്റ് സമയത്താണ്. കാരണം പീക്കിൽ നിൽക്കുന്നു, നമ്പർ 1 ആയി നിൽക്കുന്നു, ഏകദേശം 50 വയസ്സ് പ്രായം. രജനീകാന്തിന് ഓൾമോസ്റ്റ് 70 കഴിഞ്ഞു, അല്ലെങ്കിൽ 65 കഴിഞ്ഞ് അദ്ദേഹം ഇലക്ഷൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. അദ്ദേഹം 99-ൽ പടയപ്പയും അരുണാചലൊക്കെ ചെയ്തു നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ രജനീകാന്തിന് വന്ന് ചീഫ് മിനിസ്റ്റർ ആവാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ശക്തി തെളിയിക്കാൻ വരുന്നത്. പക്ഷെ ഇന്ന് രജനീകാന്ത് പഴയ പ്രതാപം ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഹിറ്റുകളുണ്ട്, പക്ഷെ ഞാൻ ആ പ്രതാപം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിജയ് ചെയ്യുന്ന സിനിമകളും രജനീകാന്ത് ഇപ്പോൾ ചെയ്യുന്ന സിനിമകളും വെച്ചിട്ട് പലതരത്തിലുള്ള രജനീകാന്ത് സിനിമകൾ ചെയ്യുന്നു, പരാജയപ്പെടുന്നു, വിജയിക്കുന്നു. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയ് അതല്ല വിജയുടെ രീതി.
ഇനി ഇപ്പോൾ പൊളിറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രീനിൽ ത്രസിപ്പിക്കുന്ന വിജയ് ലൈവായിട്ട് വന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചു. കാരണം ജനങ്ങളുടെ മനസ്സിൽ അതാണ് വിജയ് കൊടുത്ത് വിശ്വസിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഇനി രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ വിജയ് 2011 ആ സമയത്ത് AIADMKക്ക് ജയലളിതയ്ക്ക് സപ്പോർട്ട് കൊടുത്തതാണ്. വിജയുടെ ഫാൻസ് അസോസിയേഷൻ വഴിയൊക്കെ സപ്പോർട്ട് കൊടുത്ത് ജയലളിത വീണ്ടും ഭരണത്തിലൊക്കെ കയറിയതാണ്. അന്ന് വിജയിനെ ജയലളിതയ്ക്ക് ഭയങ്കര അടുപ്പമായിരുന്നു. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു സുറ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് കാവൽ എന്ന് പറയുന്ന നമ്മുടെ ബോഡി ഗാർഡിന്റെ റീമേക്ക്, സിദ്ദിഖ് സംവിധാനിച്ച ബോഡി ഗാർഡിന്റെ റീമേക്ക് അവിടെ റിലീസ് ചെയ്യാൻ DMK അന്ന് അവരുടെ ആടുകളം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്നു. ഒപ്പം ഈ സിനിമ റിലീസ് നിൽക്കുന്ന സമയത്ത് തിയേറ്റർ ഓണേഴ്സ് സുറയ്ക്ക് കുറെ നഷ്ടം വന്നു. അത് നികത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയുടെ സിനിമ റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്ന് ജയലളിതയാണ് സഹായിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. ഇതേ ജയലളിത തന്നെ തലൈവ എന്നുള്ള സിനിമയിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചതായിരിക്കാം. കാരണം തലൈവ ജയലളിതയ്ക്ക് എതിരെയുള്ള ഒരു സിനിമയാണ് എന്ന രീതിയിൽ വിജയ് പ്രവർത്തിച്ചു എന്നും പറഞ്ഞ് ജയലളിതയായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചു. പിന്നീട് ആ സിനിമ കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടും തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ വൈകി, 1-2 ആഴ്ച വൈകി. അന്ന് ജയലളിതയെ കാണാൻ വേണ്ടി വിജയും അച്ഛനും പോയി ജയലളിത കാണാൻ സമ്മതിച്ചില്ല എന്നും അന്ന് തമിഴ് ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ചെന്നൈയിൽ നടക്കുമ്പോൾ വിജയ്ക്ക് സീറ്റ് കിട്ടാതെ മെയിൻ VIPs സീറ്റ് അവിടെ നിരയിൽ വിജയ്ക്ക് സീറ്റ് കൊടുത്ത് വിജയ് പുറകിൽ പോയി ഇരിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് ഒരു വിജയുടെ വളർച്ച. പക്ഷെ എനിക്ക് തോന്നുന്നു വിജയ് അന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ഞാൻ ഇങ്ങോട്ട് രാഷ്ട്രീയത്തിന്. കാരണം വിജയ് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തലൈവ മുതൽ തന്നെ എടുക്കാം. അതിന് കത്തി എന്നുള്ള സിനിമയിൽ വിജയ് എല്ലാ സിനിമയിലും GSTനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ടാക്സ്, പല കാര്യങ്ങളും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള, വെറും ഒരു രക്ഷകനായിട്ട് മാത്രമല്ലാതെ സൊസൈറ്റിയിൽ നടക്കുന്ന അനീതികൾ അത് ശരിക്കും നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിജയുടെ ആദ്യ സിനിമ നാളെ തീർക്കുന്ന സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. ആ സിനിമ മുതൽ വിജയ് അനീതിക്കെതിരെ പോരാടുന്ന ഒരു വിജയാണ്. പക്ഷെ ഇന്ന് വളരെ സൈലന്റ് ആയിട്ട് വന്നു. മറ്റു നടന്മാരെ പോലെ ഞാനൊരു പോസ്റ്റ് കണ്ട പോലെ മറ്റു സമകാലികരെ പോലെ ചാനൽ ചർച്ചകൾ വന്നിരുന്ന് വാദോരാതെ സംസാരിക്കുകയോ ഭയങ്കരമായിട്ട് വീമ്പിളക്കുകയോ ഞങ്ങൾ ലോകോത്തര സിനിമകളാണ് ചെയ്യുന്നത്, ഞങ്ങൾ ലോകോത്തര നടന്മാരാണെന്ന് പറയാതെ സൈലന്റ്. വിജയുടെ ഒരു ഇന്റർവ്യൂ പോലും നിങ്ങൾ നോക്കിയാൽ എത്ര വർഷമായി വിജയ് കൊടുത്തത്. ഇങ്ങോട്ട് ബീസ്റ്റ് എന്നുള്ള സിനിമയ്ക്കാണ് അവസാനം വിജയ് ഒരു ഇന്റർവ്യൂ കൊടുത്തത്, അതിനുശേഷം കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും വിജയിക്കുന്ന ശത്രുക്കളുണ്ട്. ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ വിജയ് വളരെ സുഹൃത്തുക്കളായിരുന്നു. വിജയുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന നിർമ്മാതാവാണ്. ഇന്നിപ്പോൾ വിജയ് ഒരു ഒറ്റയ്ക്ക് പോരാടി ഈ ലെവലിൽ നിൽക്കുകയാണ്. ഇനി അത് എന്ത് സംഭവിക്കുന്ന അറിയില്ല. പക്ഷെ എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത്, വിജയ് എന്ന് പറഞ്ഞ നടൻ വെറും 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തില്ല. അദ്ദേഹം സിനിമയിലൂടെ ഫോക്കസ്ഡ് ആയിട്ട് 30 വർഷം അദ്ദേഹം പ്രയത്നിച്ചതാണ് ഇന്ന് പ്രേക്ഷകർ വോട്ടിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത്. ഇത് എല്ലാ നടന്മാരും അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് താല്പര്യമുള്ള നടന്മാർ ചെയ്യേണ്ടതാണ്. സിനിമയിലൂടെ പ്രേക്ഷകർ നിങ്ങൾ വിശ്വസിപ്പിക്കുക, വിശ്വാസം നേടിയെടുക്കുക. അപ്പോൾ അവർ വോട്ടായിട്ട് അത് തിരിച്ചു നൽകും.